Hi everybody, good morning. Good morning, ma'am. How are you all? Fine. Have you had your breakfast? No. No, ചായ കുടിച്ചില്ല. ചായ കുടിച്ചു. ചായ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലേ? കഴിച്ചില്ല. ഓക്കെ. കഴിക്കാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാം. എക്സാം ഒക്കെ എങ്ങനെയുണ്ട്? How is your exam? എനിക്ക് ഫുള്ളാ. Very good. Okay. Morning, teacher. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എക്സാം ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, സന്തോഷം. എല്ലാവരും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്, കണ്ടു ടീച്ചർ. നന്നായിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് ഇനി ബാക്കിയുള്ളത് പഠിക്കാൻ തുടങ്ങാം അല്ലേ? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. വിച്ച് ലെസൺ? പാട് പാഞ്ച്. 5 എത്രയാ പറയാ? പാഞ്ച്. Look at your textbook, page number 13. Pad Panch. Siddhant Krishna, where are you looking? Listen here. Where is your textbook? Show me your textbook. Okay. എന്താ ഉറങ്ങി എഴുന്നേറ്റ് പാട് വന്നിരിക്കുന്നത് പോലെ? ചായ കുടിച്ചില്ല? ഓക്കെ, ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ചെയറിലല്ലേ ഇരിക്കുന്നേ, ഒന്ന് ഉഷാറായിട്ട് നിവർന്നിരുന്നേ. നിവർന്നിരുന്നേ കാണട്ടെ. ഗുഡ്. രാവിലെ തന്നെ നമ്മൾ വളഞ്ഞൊടിഞ്ഞിരിക്കാതെ നിവർന്നിരിക്കണം അല്ലേ? ഇവിടെ നട്ടലൊക്കെ നിവർന്നിരിക്കട്ടെ, എന്നാലേ നമുക്ക് നല്ല പഠിക്കാനുള്ള എനർജി കിട്ടുള്ളൂ. ഓക്കെ, പാട് പാഞ്ച്. അവിടെ കണ്ടോ? അക്ഷരം കണ്ടോ? ഐ കീ മാത്ര. ഐ കീ മാത്ര എന്താ അങ്ങനെ പറഞ്ഞാല്? ഐന്റെ ചിഹ്നം. മാത്ര മീൻസ് ചിഹ്നം. ഇന്ന് എത്ര ഡേറ്റ്? ടുഡേ 12. ഒരു ഡേറ്റ് ഇട്ട് വെക്കണം കേട്ടോ. 12/8/20. ലെഫ്റ്റ് സൈഡിലായിട്ട് ഡേറ്റ് ഇടുക. ഐക്ക് മാത്ര. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. അവിടെ നോക്കിയേ, ഐക്ക് മാത്ര എന്ന് പറയുമ്പോ ആ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ചിഹ്നം നോക്കിയേ നിങ്ങള്. ഐന്റെ ചിഹ്നം എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ എടുക്കുമ്പോ അതിനൊക്കെ നമ്മൾ ഐന്റെ ചിഹ്നം കൊടുക്കുന്നുണ്ടല്ലേ, വാക്കുകൾ എഴുതാൻ വേണ്ടിട്ട്. അപ്പം ഐന്റെ ചിഹ്നം മുകളിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ? നമ്മള് 2 വരയാണ് അല്ലേ? നമ്മളിപ്പോ കായ എഴുതിയിട്ട് മുകളിൽ 2 വര ഇടുമ്പോ അത് എന്താ വായിക്ക? കൈ. മാ എഴുതിയിട്ട് അതിന്റെ മുകളിൽ 2 വരയാണെങ്കിൽ മൈ. ചിലവർക്ക് കൺഫ്യൂഷനാ, ഇത് മൈ ആണോ മോയാണോ മൗന്നാണോ? കൺഫ്യൂഷനാ അല്ലേ? അതിപ്പം ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് മനസ്സിലാക്കണം. ഐന്റെ ചിഹ്നം എങ്ങനെയാണെന്ന് ആ ബ്രാക്കറ്റിലുള്ളത് നമ്മുടെ മനസ്സിൽ പതിയണം. ഐന്റെ ചിഹ്നം എങ്ങനെയാ? നമ്മൾ ഏത് അക്ഷരത്തിനും വ്യഞ്ജനാക്ഷരം എടുത്തിട്ട് അതിന് ഏത് അക്ഷരത്തിനും മുകളിൽ 2 വരയാണെങ്കിൽ അത് ഐന്റെ ചിഹ്നമാണെന്ന് ഓർക്കണം. താഴെ എഴുതിയിട്ട് അതിന്റെ മുകളിൽ 2 വരയാണെങ്കിൽ അത് തൈ എന്നായിരിക്കും. നമുക്ക് ഓരോ ചിഹ്നത്തിനും ഓരോ പാഠമായിട്ടാണ് 3rd ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും ചിഹ്നങ്ങൾ പഠിക്കാം. ചിഹ്നങ്ങൾ പഠിച്ചാൽ ഹിന്ദിയും മലയാളവും പഠിക്കാൻ ഈസിയാണ്. ഐക്ക് മാത്ര, സിംബൽ ഓഫ് ഐ. ഐന്റെ മാത്ര ചിഹ്നം. തൈല, ഫസ്റ്റ് വേർഡ് തൈല. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ ഈ വേർഡും അതിന് ഇംഗ്ലീഷ് വേർഡും മലയാളം വേർഡും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു 45 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കും. കാരണം only 1 2 3 4 5 6 വേർഡ്സ് അല്ലേ? തൈല അവിടുന്ന് ഉറക്കെ വായിച്ചോളൂ നിങ്ങൾ. ടീച്ചർ പറഞ്ഞതിനും അതിന്റെ കൂടെ വായിച്ചോളൂ. തൈല മീൻസ് ബാഗ് അല്ലേ? തൈല ബാഗ്.
പൈർ ലെഗ്. ഇത് മലയാളം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അറിയാം നമ്മൾക്ക് അല്ലെ. തൈല എന്ന് പറഞ്ഞ ബാഗ്. നേരത്തെയൊക്കെയാണ് സഞ്ചി എന്ന് പറയും. തൈല സഞ്ചി അല്ലെ. പണ്ട് കാലത്തൊക്കെ സഞ്ചി എടുത്തിട്ട് പോവാന്നാണ്. ഇപ്പോഴല്ലേ ബാഗ് ആയത്. തൈല ബാഗ്. പൈർ കണ്ടോ? തൈല എങ്ങനെയാ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ. താഴെ എഴുതി അതിന്റെ മുകളില് 2 വരയാണ്. അയിന്റെ ചിഹ്നം തൈല. എയ്മി സിറ്റ് ഡൗൺ. എന്താ എഴുന്നേറ്റ് നിൽക്കുന്നേ? തൈല. ഫസ്റ്റ് വൺ. all of you say തൈല ബാഗ്. പൈർ ഇവിടെ കണ്ടോ നിങ്ങള്? പൈർ. പൈർ എന്ന് പറഞ്ഞാൽ എന്താ? ലെഗ്, കാല് അല്ലെ. പൈർ എങ്ങനെയാ പൈർ എന്ന് എഴുതിയിരിക്കുന്നേ? പായ എഴുതി അതിന്റെ മുകളിൽ 2 വരയാണ് അല്ലെ. അതിന്റെ ചിഹ്നം പൈർ. പൈർ മീൻസ് ലെഗ്. ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ തന്നെ ആ വാക്കുകള് കണ്ട് മനസ്സിലാക്കണം, എഴുതി പഠിക്കുകയും വേണം. ഇപ്പോഴല്ല, പിന്നീട് കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരും. എഴുതുമ്പോ എവിടെയാ പൈന്ന് എഴുതുക, പൈന്റെ ചിഹ്നം എങ്ങനെയാണ്, ഇർന്ന് എങ്ങനെയാണെന്നും കാണുമ്പോ തന്നെ നമ്മൾ പഠിച്ചു. ലിസൺ. ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്ക്. പൈർ ലെഗ്. നെക്സ്റ്റ് പൈസ. പൈസ എന്ന് പറഞ്ഞാൽ എന്താ? പൈസ അല്ലെ. പൈസ തന്നെ, നാണയം. പിന്നെ റുപ്പി എന്ന് നമ്മളിപ്പോ റുപ്പി എന്ന് പറയുന്നില്ലേ? എന്താ ഹിന്ദിയിൽ അത് രൂപയ എന്ന് പറയുന്നത്. രൂപയേ എന്നൊക്കെയാ പറയുന്നത്. റുപ്പീസ്, രൂപ. പൈസ എന്ന് പറഞ്ഞാല് പൈസ, നാണയം. അതിനാണ് പൈസ എന്ന് പറയുന്നത്. തൈർന. ഹിന്ദിയിലും മലയാളത്തിലും പൈസ തന്നെയാണ് പറയുന്നത് അല്ലെ. തൈർന. എന്താ തൈർന എന്ന് പറഞ്ഞാല്? സ്വിം, നീന്തുക. നീന്തുന്നതിനാണ് തൈർന എന്ന് പറയുന്നത്. തൈന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങള്? നിങ്ങൾ എഴുതുമ്പോ താഴെ എഴുതിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ 1 വരയിടും, മുകളിൽ 2 വരയിടും, അല്ലെങ്കിൽ 1 വരയിടും. അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ എഴുതുന്നേ? അങ്ങനെയല്ല എഴുതേണ്ടത്. ശരിക്കും എങ്ങനെ എഴുതുന്നേ? താഴെ എഴുതുക, മുകളിൽ 2 വരയിടുക. തൈർന. തൈർന മീൻ സ്വിം. നെക്സ്റ്റ് ബൈൽ. ബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ബൈൽ എന്ന് പറഞ്ഞാല് ഓക്സ്, കാള. ബൈൽ. ബായ് എഴുതിയിട്ട് മുകളിൽ 2 വര വരുമ്പോ ബൈ. ബൈ ഇൽ. ബൈൽ. ലാന്നാണല്ലേ അക്ഷരം. നമ്മൾ ശബ്ദം, അതായത് വാക്ക് എഴുതുമ്പം ഇൽ എന്നാണ് വരുന്നത് ഇവിടെ. ബൈൽ. ലാ എന്ന് പറയണെങ്കിൽ അവിടെ ഒരു വരയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബൈലാന്ന് വരുള്ളൂ അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ഇൽ എന്നാ വായിക്കണ്ട. ബൈൽ. നെക്സ്റ്റ് മൈദാൻ. എങ്ങനെയാ മൈദാൻ എഴുതിയിരിക്കുന്ന നോക്ക്? മൈദാൻ. ശ്രദ്ധിച്ചോ? ഇപ്പൊ തന്നെ കണ്ടു പഠിക്കണം. നമ്മൾക്ക് നോട്ട് ബുക്കിൽ ഇപ്പൊ എഴുതാൻ ഡിറ്റേഷൻ ഒക്കെ ഇടുമ്പോ എഴുതാൻ വരുമ്പോ ആ ബുക്കിൽ കണ്ടത് മനസ്സിലുണ്ടാവണം, നമ്മുടെ കണ്ണിലുണ്ടാവണത്. അപ്പം എഴുതുമ്പോ ആ കണ്ണിലുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ നോട്ട് ബുക്കിൽ ശരിയായിട്ട് എഴുതും. അങ്ങനെയാ പഠിക്കുന്നേ നമ്മള്. ഇവിടെ ആകാശം നോക്കിയിരുന്നാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല, അക്ഷരങ്ങൾ കാണില്ല. ഒന്നുകൂടെ വായിച്ചരാ. എല്ലാവരും വായിക്കണം. ഐ കീ മാത്ര. റിലു, ആബിദ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. തൈല ബാഗ്. ആസിയ സഫ, എന്താ എവിടെ നോക്കിയിരിക്കുന്നേ? ഒന്നും വായിക്കാതെ മിസ്സിനെ നോക്കിയിരിക്കുവാണോ? തൈല ബാഗ്. പൈർ ലെഗ്. പൈസ പൈസ. തൈർന സ്വിം. ബൈൽ ഓക്സ്. മൈദാൻ ഗ്രൗണ്ട്. എന്താ മൈദാൻ എന്ന് പറഞ്ഞാല്? ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട് എന്നൊക്കെ പറയാം അല്ലെ. കളിക്കുന്ന സ്ഥലം, മൈതാനം. നിങ്ങളുടെ വായിച്ചുതരാം. തൈല, പൈർ, പൈസ, തൈർന, ബൈൽ, മൈദാൻ.
ആസിയ മിസ്സിന്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുകയെന്നു ഒരക്ഷരം വായിക്കുന്ന കാണുന്നില്ല. ആസിയ വായിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാ എന്താ വായിക്കാത്തത്? നിങ്ങളുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച എക്സാം കഴിഞ്ഞില്ലേ? നിങ്ങൾ നല്ലതായിരുന്നു പറഞ്ഞു. കുറെ കുട്ടികളുണ്ടല്ലോ വായിക്കാൻ അറിയില്ല അവർക്ക്. എന്നിട്ട് മിസ്സിനെ വിളിച്ചിട്ട് മിസ്സി അതൊന്ന് വായിച്ചു തരുമോന്ന്. എക്സാമിന് വായിച്ചു തരാൻ നമുക്ക് എക്സാം ഹാളിലാണെങ്കിൽ നമ്മൾ വായിച്ചു തരാം അല്ലെ? ഫോണിലൂടെ എങ്ങനെ ഇത് വായിച്ചു കൊടുക്കുക? ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലല്ലേ? അപ്പം ഇപ്പൊ തന്നെ നന്നായിട്ട് വായിക്കാൻ പഠിക്കണം ക്ലാസ്സിൽ തന്നെ. എക്സാമിന്റെ സമയത്തല്ല ഡൗട്ട് കൊണ്ട് വരേണ്ടത്. ഇപ്പൊ തന്നെ വായിക്കാൻ കിട്ടാതെ ഇപ്പൊ മിസ്സിനോട് ചോദിക്കാം. ഒന്നൂടെ തൈല ബാഗ് പൈർ ലെഗ് പൈസ പൈസ തൈർന സിം ബൈൽ ഓക്സ് മൈദാൻ ഗ്രൗണ്ട്. Okay. All of you take your notebook. Take your notebook. Okay. Now the date it is side. അവിടെ എഴുതിക്കോ പാട് 5. ആ 2 ലൈൻ കോപ്പി തന്നെ ഐ കീ മാത്ര. എഴുതില്ലേ? അതിന്റെ താഴെ തൈല ഹൈഫൺ ഇടുക ബാഗ്. റൈറ്റ് 5 ടൈംസ്. അവിടെ 5 ഇനി 4 ലൈൻസ് വിട്ടേ. അവിടെ 4 ലൈൻസ് വിടുക. അതിന്റെ താഴെ പൈർ ലെഗ്. നമ്മുടെ ആ നോട്ട് ബുക്ക് നിറയെ നമുക്ക് അക്ഷരങ്ങൾ ഉണ്ടാവും, വേർഡ്സ് ഉണ്ടാവും. ലൈൻ വരയ്ക്കണം. ആദ്യം തൈല എഴുതുക ബാഗ്, അത് 5 ടൈംസ് എഴുതണം. നെക്സ്റ്റ് പൈർ ലെഗ്. നോട്ട് ബുക്കിന്റെ നടുക്കൂടെ ഒരു ലൈൻ വരച്ചേ. നടുക്കൂടെ ഒരു ലൈൻ വരച്ചോ. അപ്പൊ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം തൈല ഹൈഫൺ ബാഗിന്ന് ലൈനിന്റെ അകത്ത് തന്നെ വരും. നോട്ട് ബുക്ക് നല്ല വൃത്തിയായിരിക്കണം. ഇങ്ങനെ വലിച്ചു വാരി എഴുതരുത്. സ്പേസ് ഒക്കെ ഉണ്ടാവും, ചെറിയ വാക്കുകളാണ്. തൈല ഹൈഫൺ ബാഗ്. 4 ലൈൻസ് വിടുക താഴെ. അതിന്റെ താഴെ അല്ലെങ്കിൽ റൈറ്റ് സൈഡില് ലൈൻ വരച്ചില്ലേ നടുക്കൂടെ, റൈറ്റ് സൈഡില് പൈർ ഹൈഫൺ ലെഗ്. ഒരു പ്രാവശ്യം എഴുതുക. ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. റൈറ്റ് സൈഡിൽ പൈർ ലെഗ്. മിസ് പറയുന്ന പോലെ തന്നെ എഴുതിക്കോ, എന്നാൽ നല്ല വൃത്തിയായിട്ട് വരും നോട്ട് ബുക്കില്. ആ 4 ലൈൻസ് വിട്ടതിന് താഴെ ലെഫ്റ്റ് സൈഡിൽ പൈസ പൈസ. പൈസ പൈസ. റൈറ്റ് സൈഡില് 4 ലൈൻ വിട്ടിട്ടില്ലേ? പയറിന് വേണ്ടി 4 ലൈൻ വിട്ടിട്ടുണ്ട്. തൈർന സിം. തൈർന സിം. നിങ്ങൾക്ക് ആ പേജിൽ ഇനി സ്ഥലം ഉണ്ടാവുമോ? ഇനി ഒരു 4 ലൈൻസ് വിട്ടാൽ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ
ഉണ്ടോ ബെനീറ്റ? ഇല്ല. നെക്സ്റ്റ് പേജ് എടുത്തോ. ഈ 4 വേർഡ്സ് മാത്രം ആ ഒരു പേജിൽ എഴുതുക. തൈല, പൈർ, പൈസ, തൈർല. 4 വേർഡ്സ് ആ പേജിൽ എഴുതുക. നെക്സ്റ്റ് പേജ് എടുക്ക്. നെക്സ്റ്റ് പേജില് ഇതേപോലെ ഒരു എഴുതുക. ലെഫ്റ്റ് സൈഡില് ബൈൽ, ഓക്സ്. ബൈൽ, ഓക്സ്. റൈറ്റ് 5 ടൈംസ്. ഓക്കെ. റൈറ്റ് സൈഡില് മൈദാൻ, ഗ്രൗണ്ട്. ലൈൻ വരയ്ക്കണം കേട്ടോ. ഒരു 5 വേർഡ്സ് എഴുതേണ്ട ലൈൻ വരയ്ക്കാം നടുക്കൂടെ. താഴെ വരെ വരയ്ക്കണ്ട. 5 വേർഡ്സ് എഴുതാൻ 5 ലൈൻസ് എഴുതണ്ട അവിടം വരെയുള്ള വരയ്ക്കാം. ആസിയ സഫിക്ക് 6 എഴുതാൻ സ്ഥലമുണ്ടോ മോളെ? അത് നോട്ട് ബുക്കിൽ അടുപ്പിച്ച് എഴുതുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. നെക്സ്റ്റ് പേജ് എടുത്ത് എഴുതിക്കോ. ഒരു വൃത്തി ഉണ്ടാവില്ല. കൂട്ടി കൂട്ടി എഴുതുമ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല. പഠിക്കാനൊന്നും ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അത് കാണുമ്പോ ചവറ് പോലെ വാരി വലിച്ചെഴുതുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. നമുക്ക് only 4 വേർഡ്സ് ഫസ്റ്റ് പേജില്. നെക്സ്റ്റ് പേജില് ബൈൽ, ഓക്സ്. ലൈൻ വരച്ചിട്ടില്ലേ? റൈറ്റ് സൈഡില് മൈദാൻ, ഗ്രൗണ്ട്. ഓക്കെ. അവിടെ 5 ലൈൻസ് വിട്ടില്ലേ? 5 ലൈൻസ് മീൻസ് 4 ലൈൻസ്. ഒരെണ്ണം എഴുതിയല്ലേ ഇവിടെ? ഇപ്പൊ മൈദാനും ബൈന്നും എഴുതി. കാണട്ടെ. ഷോ മീ യുവർ നോട്ട്ബുക്ക്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് പേജിൽ. ഓക്കെ, ഗുഡ്. ബസ്. നെക്സ്റ്റ് പേജിൽ നമ്മളിപ്പോ 2 വേർഡ്സ് എഴുതിയില്ലേ? ലിസൺ ഹിയർ. 2 വേർഡ്സ് എഴുതി. ഏതൊക്കെയാ? ബൈൽ, ഓക്സ് എന്ന് എഴുതി. റൈറ്റ് സൈഡില് മൈദാൻ, ഗ്രൗണ്ട് എന്ന് എഴുതി അല്ലേ? അതിന്റെ താഴെ 5 ലൈൻസ് വിട്ടില്ലേ? 4 ലൈൻസ് വിട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. നോട്ട് ബുക്ക് ക്ലോസ് ചെയ്തോ. ആ 4 ലൈൻസ് വിട്ടതിന്റെ താഴെ നമുക്ക് വേറൊരു വർക്ക് വരുന്നുണ്ട്. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഹോംവർക്ക്. ക്ലോസ് യുവർ നോട്ട്ബുക്ക്. ലിസൺ ഹിയർ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. താഴെ കണ്ടോ? ഇതിന്റെ താഴെ ശ്രദ്ധിച്ചേ. പഠോ ഔർ സമച്ചോ. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ? നിങ്ങൾ ഹെഡിങ്ങും കൂടെ വായിക്കണം കേട്ടോ. പഠോ ഔർ സമച്ചോ. എന്താ? പഠിക്കുവിൻ. പഠോ എന്ന് പറഞ്ഞാൽ പഠിക്കുവിൻ. അതേപോലെ മനസ്സിലാക്കുവിൻ. വായിച്ചു മനസ്സിലാക്കുവിൻ എന്നാ പറയുന്നത്. റീഡ് ആൻഡ് ലേൺ. കുറേ വാക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഏമി ഡാൻസ് കളിക്കുവാണോ? ഓക്കെ. ഫസ്റ്റ് വൺ ബൈൽ. All of you read. ബൈൽ, പൈർ. ബൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സ്. നിങ്ങള് ഇംഗ്ലീഷ് വേർഡ് വേണമെങ്കിൽ അന്നപ്പം തന്നെ അവിടെ എഴുതി വെക്കണം പെൻസിലും കൊണ്ട്. ബൈൽ, ഓക്സ്. പൈർ, ലെഗ്. നെക്സ്റ്റ് നോക്കിയേ, കൈസ അല്ലേ? കൈസ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ? ഹൗ. കൈസ, ഹൗ. HOW, ഹൗ. നെക്സ്റ്റ് ജൈസ. എല്ലാം അതിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ളതാണ്. ജൈസ എന്ന് പറഞ്ഞാൽ എന്താ? ജൈസ എന്ന് പറഞ്ഞാല് പിന്നെ അതുപോലെ എന്ന് പറയും. ജൈസ എന്ന് പറഞ്ഞാൽ അതുപോലെ. എലൈക്ക്, സിമിലിയർ എന്നൊക്കെ പറയും. എലൈക്ക് എന്ന് പറയാം, സിമിലിയർ. LIKE. അതുപോലെ. മലയാളം വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷില് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ജൈസ മീൻസ് അതുപോലെ, അല്ലെങ്കിൽ ഒരുപോലെയുള്ള എന്നൊക്കെ പറയും. സിമിലിയർ അല്ലെങ്കിൽ എന്താ വാക്ക് പറഞ്ഞ്? എലൈക്ക്. നെക്സ്റ്റ് മൈദാൻ. മൈദാൻ മീൻസ് ഗ്രൗണ്ട്. തൈരാക്ക്.
തൈരാക്ക്. എന്താ തൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് തൈർന എന്ന് പറഞ്ഞാല് സ്വിം, നീന്തുക അല്ലെ. തൈരാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തൈരാക്ക് എന്ന് പറഞ്ഞാല് എന്താ പറയാ, നീന്തുന്ന ആള്. എന്താ പറയാ? സ്വിമ്മർ. സ്വിമ്മർ, SWIMMER, സ്വിമ്മർ. തൈരാക്ക് എന്ന് പറഞ്ഞാൽ സ്വിമ്മർ. നെക്സ്റ്റ് സൈനിക്. സൈനിക് എന്ന് പറഞ്ഞാരാ? സോൾജിയർ, പട്ടാളക്കാരൻ. ഗവയ്യ. ഗവയ്യ. എന്താ ഗവയ്യ എന്ന് പറഞ്ഞാല്? ഗായകരില്ലേ, പാട്ട് പാടുന്നവര്, സിംഗർ, പാട്ട് പാടുന്നവരാണ് സിംഗർ. SINGER. ഗവയ്യ, സിംഗർ. ഭയ്യ. ഭയ്യ മീൻസ് ആരാ? ഭയ്യ. ഭയ്യ എന്ന് പറഞ്ഞാല് കേട്ടിട്ടില്ലേ നമ്മള്? ഭയ്യ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രദർ, നമ്മുടെ സഹോദരനെ വിളിക്കുന്ന ഭയ്യ. ഭയ്യ, ആവോ ഭയ്യ എന്നൊക്കെ പറയുന്നില്ലേ? ഭയ്യ ഇവിടെ വരൂ. ഭയ്യ മീൻസ് ബ്രദർ. നെക്സ്റ്റ് മയ്യ. മയ്യ എന്ന് പറഞ്ഞാരാ? മാംന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മാതാ, മാംന്ന്. മാംന്ന് പറഞ്ഞാരാ? അമ്മ അല്ലെ? മയ്യ എന്ന് പറഞ്ഞാലും അമ്മ, മദർ. മദർ. നെക്സ്റ്റ് നയ്യ. എന്തൊക്കെ വാക്കുകളല്ലേ? നയ്യ. നയ്യ എന്ന് പറഞ്ഞ എന്താ അറിയോ? ഇല്ല, ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ് അല്ലെ? നയ്യ എന്ന് പറഞ്ഞാല് നമ്മള് തോണി കണ്ടിട്ടില്ലേ? വഞ്ചി, തോണി, ബോട്ട്. അതിന് ഇംഗ്ലീഷ് വേർഡ് ബോട്ട്, BOAT. കടത്തു വഞ്ചി എന്നൊക്കെ പറയും. തോണി, ബോട്ട് എന്ന് പറയും, ബോട്ട്, BOAT. നയ്യ, നൗക. മലയാളത്തിൽ നൗക എന്ന് പറയുന്നുണ്ടല്ലേ നമ്മള്? അതുപോലെ ഒരു സെയിം വേർഡാണ് നയ്യ. നയ്യ മീൻസ് ബോട്ട്. നെക്സ്റ്റ് മൈദ. മൈദ അറിയാത്തവരുണ്ടോ ആരെങ്കിലും? നമ്മൾ മിക്കവാറും കഴിക്കുന്ന അല്ലേ? മൈദ മീൻസ് മൈദ. മൈദ തന്നെ. ഓക്കെ, ഒന്നുകൂടെ വായിച്ചുതരാ വാക്കുകള്. ഉറക്കെ വായിച്ചോ. ബൈൽ, പൈർ, കൈസ, വായിക്കുന്നില്ലല്ലോ എല്ലാവരും? കേൾക്കാഞ്ഞിട്ടാണോ? Can you hear me? Yes, കേൾക്കാൻ പറ്റുന്നുണ്ട്. വായ അനക്കുന്നില്ല. നിങ്ങൾ എപ്പോഴാ വായിക്കാൻ പഠിക്കാൻ? പിന്നെ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. കഴിഞ്ഞ ഫസ്റ്റ് എക്സാമിന് മുമ്പ് ചെയ്ത പോലെ റിപ്പീറ്റ് ചെയ്യില്ല. ഇപ്പോ എടുത്തെടുത്ത് അങ്ങ് പോവേ ഉള്ളൂ. ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിരുന്നോ? കൈസ, എഡ്വിനെ വായിക്കോട്ടെ വിട്ടോണ്ടിരിക്കുക. 6 മണിക്ക് ഇങ്ങനെ എഴുന്നേക്കണം കേട്ടോ. നമ്മള് 6 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഒന്ന് ഉഷാറാവണം. നമ്മൾ സ്കൂളിൽ എങ്ങനെ പോകുന്ന അതേപോലെ നമ്മൾ റെഡി ആയിട്ടിരിക്കണം വൈകുന്നേരം വരെ. അതിനിടയിൽ വിശക്കുമ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, അത്രേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന പോലെ തന്നെ നമ്മുടെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ്, 6 മണി ചെറിയ സമയം പറഞ്ഞ 5:30ക്കൊക്കെ നമ്മൾ എഴുന്നേക്കണം. 3ാം ക്ലാസ് ആയില്ലേ? എഴുന്നേറ്റ് നല്ല ഉഷാറാവണം. അപ്പം 7:45 ക്ലാസ്സിൽ വരുമ്പോൾ നല്ല എനർജി ആയിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പായെന്ന് വന്നിട്ട് വായിക്കോട്ടെ വിട്ടുകൊണ്ടിരിക്കുക മിസ്സിന്റെ മുമ്പിൽ. ഇങ്ങനെ എന്ത് മോശമാണെന്നറിയാം. രാവിലെ തന്നെ ഇങ്ങനെ നമ്മൾ വായിക്കോട്ടെ വിട്ടുകൊണ്ടിരുന്നാല് നമ്മൾ കുളിച്ച് റെഡി ആയിട്ടിരിക്കണം രാവിലെ. അപ്പൊ നമുക്ക് ആ ഉറക്ക ചടവൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ എന്താണെന്നറിയോ ചെയ്യണ്ടേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തെന്നറിയോ? നിങ്ങൾ കിടന്നുറങ്ങുന്ന 11 മണി, ഒന്നുകിൽ 10:30, 11 മണി, 12 മണിയൊക്കെ ആവുന്നുണ്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ. എനിക്കറിയാത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 9:30ക്കുള്ളിൽ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവണം. 8 മണി 9 മണിക്കുള്ളില് ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ 8:30 9 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് ഡിന്നർ കഴിച്ചിട്ട് 9:30ക്കുള്ളിൽ നമ്മൾ കിടന്നുറങ്ങണം. എങ്കിലേ നമ്മൾക്ക് ഒരു 6 മണിക്കെങ്കിലും നല്ല ഉറക്കം കിട്ടി നമ്മൾ ഉണർന്ന് എഴുന്നേക്കുള്ളൂ. ശരിക്കും ഒരു 8 മണിക്കൂറാണ് നമ്മൾ ഉറങ്ങേണ്ടത് അല്ലേ? ഇത് 12 മണിയാവാൻ കിടന്നുറങ്ങും,
രാവിലെ 9 മണിക്ക് എഴുന്നേക്കും. മിസ് രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോ കണ്ണൊക്കെ തിരുമ്മി എഴുന്നേറ്റ് ഇങ്ങ് വരും. ഇങ്ങനെ ആകരുത് കേട്ടോ, ഒരു ക്ലാസ് പോലും ഇനി ഇങ്ങനെ ആകരുത്. നേരത്തെ ഉറങ്ങി എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നല്ല ഉഷാറായിട്ട് കുളിക്കാൻ പറ്റിയ കുളിക്കുക, അല്ലെങ്കിൽ നല്ല മുടിയൊക്കെ ചീകി വൃത്തിയാക്കി നല്ല പ്രസന്റ് ആയിട്ട് ഇരിക്കണം. ഇതിപ്പോ എത്ര പേരാന്നറിയാം മിസ്സിന്റെ മുമ്പിൽ ഇപ്പൊ വായിക്കോട്ടെ വിട്ടോണ്ടിരിക്കുന്നത്? തോഷനൊക്കെ ഇപ്പോഴും അതാ മിസ് പറയുമ്പോഴും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉറങ്ങി എഴുന്നേറ്റ് നേരെ വന്ന് നമ്മുടെ ഫോണിന്റെ മുമ്പിൽ ഇരിക്കുക അല്ലേ തോഷിൻ? തോഷിനൊന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു, ഒരു റിപ്ലൈയും ഇല്ല. ഓക്കെ, എവിടെ എത്തി നമ്മള്? ഇനി വായിക്കോട്ടെ വിടരുത് കേട്ടോ. വായിക്കോട്ടെ വിടണമെങ്കിൽ നിങ്ങള് ക്ലാസ്സിൽ നിന്ന് മാറിയിരിക്കണം. ഇവിടെ എത്തി. ജൈസ ഉറക്കെ ഒന്ന് വായിച്ചു കേൾക്കട്ടെ, വീട്ടിലുള്ളവരൊക്കെ കേൾക്കട്ടെ. മൈദാൻ, തൈര. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കേ. സൈനി, ഗവയ്യ, ഭയ്യ, മയ്യ, നയ്യ, മൈദ. ഓക്കെ, നെക്സ്റ്റ് പീരീഡ് നമുക്കില്ലേ, ഒരു പീരീഡ് കൂടെ വരുന്നുണ്ട്. ആ പീരീഡ് ഞാൻ ഇതെല്ലാം വായിപ്പിക്കും നിങ്ങളെ കൊണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ നോട്ട് ബുക്കിൽ നെക്സ്റ്റ് പേജ് ഇല്ലേ, ആ പേജിന്റെ താഴെ കുറെ സ്പേസ് ഉണ്ടല്ലേ, ആ സ്പേസില് നമ്മൾ ഈ താഴത്തെ എക്സസൈസ് പഠോ അവർ സമച്ചോ എന്നുള്ള ഈ വാക്കുകള് ലൈൻ വരച്ച് എത്ര വാക്കുകൾ ഉണ്ടെന്ന് വെച്ചാൽ അത് പകുതി പകുതിയായിട്ട് പകുത്തെഴുതുക ആ നോട്ട് ബുക്കില്. രണ്ടാമത്തെ പേജിൽ താഴെ സ്പേസ് ഇല്ലേ? ഉണ്ട്. ഏതാ? ബൈൽ, മൈദ എന്ന് കഴിഞ്ഞ് ആ 5 ടൈംസ് എഴുതിന് താഴെ സ്പേസ് ഉണ്ട്. ആ സ്പേസിന്റെ അടുത്ത് പഠോ ഔർ സമച്ചോ, അത് ബൈൽ, പയർ, കൈസ, ആ വാക്കുകൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അത് അതുപോലെ പകർത്തി എഴുതുക. എത്ര വാക്കുകളുണ്ട്? അതായത് 10 വാക്കുകളാണെങ്കിൽ 5 ഇങ്ങനെ പകുത്തെഴുതുക. ലൈൻ വരച്ചെഴുതുക, നല്ല വൃത്തിയായിട്ട് എഴുതുക. സാറ് പറഞ്ഞിട്ടില്ലേ നോട്ട് ബുക്ക് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും നിങ്ങളെ കാണാനും വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലേ? വീടുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബുക്കൊക്കെ, അതായത് സെപ്റ്റംബർ മാസം 1 സാർ വരുന്നതായിരിക്കും, അല്ലെ ഓഗസ്റ്റ് ലാസ്റ്റ്. അതുകൊണ്ട് ബുക്കൊക്കെ നല്ല നീറ്റ് ആയിട്ട് കവർ ചെയ്ത് എഴുതേണ്ടതൊക്കെ എഴുതി നന്നായിട്ട് വെക്കണം. ഓക്കെ, നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ പോകും. നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്ക് ഈ നോട്ട് ബുക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. നീറ്റ്നെസ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ബുക്കൊക്കെ നന്നായിട്ട് വൃത്തിയാണ്. ഓഗസ്റ്റ് ലാസ്റ്റ് എന്നല്ല, ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. ഓക്കെ, അറ്റൻഡൻസ് എടുത്തില്ലല്ലോ. പേര് വിളിക്കാം. നിഹാര, ഏഞ്ചൽ റോസ്, അലൻ മാത്യു, മുഹമ്മദ് ഫവാസ്, ആസിയ സഫ, ഷംന വി, ജൊഹാന ബിജു, ആദിത് കെ വി, അലൻ മാത്യു പറഞ്ഞു അല്ലെ, എഡ്വിൻ തോമസ്, കൈസ്, സിദ്ധാന്ത്, എയ്മി റോസ്, ബെനീറ്റ, ജെവിൻ ജേക്കബ്, തോഷിൻ. തോഷിൻ പോയി, ചെയർ മാത്രമേ ഉള്ളൂ. അറ്റൻഡൻസിൽ ഉണ്ടല്ലോ. റിലു ആബിദ്, തോഷിന്റെ അറ്റൻഡൻസ് പോയി കേട്ടോ. മുഹമ്മദ് ഷാൻ, ഷാന് വീഡിയോ ഓൺ അല്ലല്ലോ. പ്ലീസ് ഓൺ യുവർ വീഡിയോ ഷാൻ. ഓക്കെ, any doubt for you? No. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. തോഷിൻ, where are you going? തോഷിൻ.
പ്ലീസ് അൺമ്യൂട്ട്. തോഷിൻ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, തോഷിൻ ഒന്ന് സംസാരിച്ചേ ടീച്ചറിനോട്. എന്താ തോഷിൻ, സുഖമില്ലേ? എന്നിട്ട് എന്താ ഇങ്ങനെ ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റല്ലോ മോന്? ഡ്രിങ്കിങ് വാട്ടർ. അതിനിടയിലാണ് വാട്ടർ ഒക്കെ കുടിക്കാൻ പോകുന്നത്. എന്താ മിസ് പറഞ്ഞത്? നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് റെഡി ആയിട്ടിരിക്കുക ക്ലാസ്സില്. നിങ്ങൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിന്റെ ക്ലാസ് ടൈമിൽ വെള്ളം കുടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. നമ്മള് അതിനിടയിലൊക്കെ പോയാൽ നമ്മുടെ ക്ലാസ് മിസ്സാവും. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ക്ലാസ് കിട്ടുന്നുള്ളൂ അല്ലെ? ആ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ പഠിക്കാം. ഇങ്ങനെ താടിക്ക് കൈയൊക്കെ കൊടുത്തിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ അറിയാം ഒരു അലസതയാ കളിക്കുന്നത് അല്ലെ? ക്ഷീണം പോലെയാ. അങ്ങനെ ഒന്നും ഇരിക്കരുത്, നമ്മള് സ്റ്റഡി ആയിട്ട് ഇരിക്കണം, ഉഷാറായിട്ട്. രാവിലെ തന്നെ നല്ല ഉഷാറുള്ള കുട്ടികളെ കാണുമ്പോഴല്ലോ ടീച്ചർക്ക് നല്ല എനർജി വരും പഠിപ്പിക്കാനും നിങ്ങളെ കാണുമ്പോഴൊക്കെ. ഇതിങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് വായിക്കോട്ടേം വിട്ടോണ്ട് ഇങ്ങനെ ഇരിക്കും ടീച്ചറിന്റെ മുമ്പില്. എന്താ ചെയ്യണ്ടേ? നാളെ മുതൽ ഇങ്ങനെ ആകരുത് കേട്ടോ. മുടിയൊക്കെ ചീകി വൃത്തിയാക്കി നല്ല സുന്ദരിയും സുന്ദരന്മാരൊക്കെ ആയിട്ട് ഇരിക്കണം. ടീച്ചർക്ക് പഠിപ്പിക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല അല്ലെ ആർക്കും? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലെ? ഒരു ഡൗട്ടും ഇല്ല, എല്ലാവർക്കും വായിക്കാനൊക്കെ അറിയാം. മിസ് അടുത്ത ക്ലാസ്സിൽ ഇത് വായിപ്പിക്കും. പേജ് നമ്പർ 13 പാട് 5 ഹെഡിങ്ങും എല്ലാം വായിച്ച് റെഡി ആയിട്ടിരിക്കാം. ഹോംവർക്ക് ചെയ്യാ, ഗ്രൂപ്പിൽ ഇടുക. അതുപോലെ അക്ഷരദീപം ഉണ്ടല്ലേ? എഡ്വിൻ എന്താ ഡൗട്ട്? അക്ഷരദീപത്തിൽ ഓരോ പേജ് എഴുതണം കേട്ടോ. ഓരോ പേജ് അല്ലെങ്കിൽ 2 വേർഡ്സ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ എഴുതുക. എഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. മനസ്സിലായി? ടീച്ചറെ, നമ്മൾ 4 ലൈൻ വിട്ട് എഴുതിയതിന്റെ താഴെ റീഡ് ആൻഡ് ലേൺ 2 അല്ലേ ഉള്ളൂ താഴെ? അല്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം, വൃത്തിയായിട്ട് എഴുതാം. ഇനി ഒരു 10 വാക്കാണ്. എത്രയുണ്ട്? 12 വാക്കുകളുണ്ട് അല്ലെ? 6 വാക്ക് വെച്ച് പകുത്തെഴുതാം 2 സൈഡിലുമായിട്ട്. നല്ല വൃത്തി ഉണ്ടാവില്ലേ കാണാൻ? അങ്ങനെ എഴുതാം കേട്ടോ. എന്താ ആസിയ? അലൻ വരാം. ആസിയ, നെയ്യാന്റെ അർത്ഥം എന്ത്? നെയ്യാന്ന് പറഞ്ഞാല് കടത്തു വഞ്ചി, ബോട്ട്. വഞ്ചി പറയില്ലേ, നമ്മള് തോണി എന്നൊക്കെ പറയില്ലേ, അതാണ്. അലൻ എന്താ മോനെ? മിസ്സേ, ഇത് നോട്ടിലേക്ക് എഴുതണോ? നോട്ട് ബുക്കിൽ എഴുതണം. മറ്റേ 8 വേർഡ്സ് ഉള്ള റീഡ് ആൻഡ് ലേൺ, അതിന്റെ ഹിന്ദി വാക്കും കൂടെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഇംഗ്ലീഷ് മാത്രം വായിച്ചാൽ പോരാ. പഠോ അവർ സമച്ചോ അതും എഴുതണം. നെക്സ്റ്റ് പേജിൽ സ്ഥലം ഉണ്ടല്ലോ ബാക്കി, അതിന്റെ താഴെ എഴുതണം. 2 ഒന്നിച്ച് എഴുതിട്ട് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പകുതി ഒക്കെ എഴുതിട്ട് പോസ്റ്റ് ചെയ്യരുത് നിങ്ങള് കേട്ടോ. ഓക്കെ, ബെനീറ്റ. റീഡ് ആൻഡ് ലേണിന്റെ ഇല്ല ഇംഗ്ലീഷ് വേർഡ് എഴുതണോ? വേണ്ട, ഹിന്ദി വേർഡ് എഴുതിയാൽ മതി. പഠോ ഔർ സമച്ചോ. അതെന്താ നിങ്ങൾ ആരും പറയാത്ത? നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ വായിക്കുന്നുള്ളൂ. പഠോ ഔർ സമച്ചോ. 4th ക്ലാസ്സിൽ എത്തുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് പാരഗ്രാഫ് ഒക്കെ വരാൻ പോവാ. എന്നപ്പം ഈ ചെറിയ സെന്റൻസ് ഒക്കെ വായിച്ചു പഠിക്കണം. ഇപ്പൊ വായിച്ച് നന്നായിട്ട് പഠിച്ചാല് 4th ക്ലാസ് എത്തുമ്പോ ഈസിയാവും. ജെവിൻ ജേക്കബ് എന്താ ഡൗട്ട്? ടീച്ചറെ, ഈ മറ്റേ പാടം 5ത്തെ 2 എഴുതണോ? ഏതാ? പാടോ ഓർ സമച്ചോന്റെ മേളിത്തെ എഴുതണോ? വേർഡ്സ് എഴുതണം. അതൊരു പ്രാവശ്യം എഴുതിയാ മതി. നോട്ട്ബുക്കിലാ? നോട്ട് ബുക്കില്. മീനിങ് എഴുതണോ?
മീനിങ് എഴുതണ്ട. മീനിങ് അവിടെ പെൻസിലും കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ എഴുതി വെച്ചാൽ മതി കേട്ടോ ടെക്സ്റ്റ് ബുക്കില്. ഓക്കെ. എന്താ ബെനീറ്റ? എന്താ ചോദിച്ചേ? നീ എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ? ഇല്ല. ഓക്കെ. ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എഴുതണ്ട എങ്ങനെ? ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ ഡിക്റ്റേഷൻ ഉണ്ടാവും കേട്ടോ. ഇത് വായിപ്പിക്കും. അക്ഷരങ്ങൾ സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ, സംയുക്താക്ഷർ. സംയുക്താക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടക്ഷരങ്ങള്. അടുത്ത പീരീഡ് എപ്പോഴാ വരുന്നത് നമ്മൾക്ക്? ആ പീരീഡ് നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉണ്ടാവും. അക്ഷരങ്ങൾ മറന്നുപോയോ നോക്കണ്ടേ? നിഹാര ആരാണ് മോളുടെ അടുത്ത്? ആരാണ് അടുത്ത്? അനിയന്റെ പേര് പറഞ്ഞോ. തനുഷ് കൃഷ്ണ. ഓക്കെ. ഹായ് തനുഷ്. ഹലോ. ഹൗ ആർ യു? ചായ കുടിച്ചോ? ഓക്കെ. ഹിന്ദിയിൽ എങ്ങനെയാ നമ്മൾ പേര് ചോദിക്കുന്നത് അറിയോ? നമുക്ക് കുറച്ച് ഗ്രാമർ ഒക്കെ പഠിച്ചു തരാം അല്ലെ? തുമാര നാം ക്യാ ഹേ. എങ്ങനെയാന്നറിയോ ഹിന്ദിയിൽ പേര് ചോദിക്കുന്നേ? തുമാര നാം ക്യാ ഹേ. നിങ്ങളുടെ പേര് എന്താണ്? വാട്ട് ഈസ് യുവർ നെയിം? എങ്ങനെയാ ആൻസർ പറയാ? മേരാ നാം ആദിത്യ ഹേ അല്ലേ? ആ. മേരാ നാം തോഷിൻ ഹേ. ഇങ്ങനെയാണ് പറഞ്ഞത്. എന്റെ പേര് തോഷിൻ എന്നാണ് അല്ലേ? യെസ്. ഇന്ന് പഠിക്കാം നമുക്ക്. തുമാര നിങ്ങളുടെ അല്ലേ? നിങ്ങളുടെ പേരെന്ത്? തുമാര നാം ക്യാ ഹേ. വാട്ട് ഈസ് യുവർ നെയിം എന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്താ ആൻസർ പറയാ? തുമാര നാം ക്യാ ഹേ എന്ന് പറയുമ്പോ നിങ്ങൾ എന്താ ആൻസർ പറയാ? മൈ നെയിം ഈസ് ബെനീറ്റ അങ്ങനെയാണ് പറയണ്ടേ? നോ, മേരാ നാം ബെനീറ്റ ഹേ. അങ്ങനല്ലേ ആൻസർ പറയാ? ആ. ക്വസ്റ്റ്യൻ എങ്ങനെയാ? തുമാര നാം ക്യാ ഹേ. ആ. എന്താ ആൻസർ പറയാ? മേരാ നാം ആസിയ ഹേ. ഓക്കെ. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു.